ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനീസ് ടേസ്റ്റി കോർണർ. ഇന്ന് നമുക്ക് പുളി ഇഞ്ചി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പൊന്നും കുറച്ച് കൂടുതൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഉണ്ടാവും, അത്രയുണ്ട്. ഒരു ജസ്റ്റ് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അതിൻ്റെ പൾപ്പെല്ലാം എടുത്ത് അരിച്ച് വെച്ചതാണ്. അതിൽ പൊടികളൊന്നും ഇല്ലാതെ അരിച്ചെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അധികം അരഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇതുപോലെ ഒന്ന് ചതച്ച് ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. അരയ്ക്കരുത്. ഇതുപോലെ തരിയായിട്ട് നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പം നമുക്കിതിലോട്ട് ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉലുവ നമ്മൾ ആദ്യം ചേർക്കുന്നതിന് പകരം ഉലുവ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പൊടികളെല്ലാം വഴറ്റുമ്പം ഉലുവ പൊടി ചേർത്താലും മതിയാവും. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടും. ഇങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് പച്ചമുളക് ഒന്ന് മൂത്ത് വരട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചത് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി നമുക്ക് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല മണമാണ് ഇപ്പം. നമ്മുടെ ഇഞ്ചിയെല്ലാം മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് കളറൊക്കെ മാറി വരും. അപ്പോൾ നമ്മുടെ ഇഞ്ചിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ എടുത്തത് ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഞാനിവിടെ എടുത്തത് സാധാരണ മുളക് പൊടിയാണ്, കശ്മീരി മുളക് പൊടിയല്ല. ഇത് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഈ സമയത്ത് നമുക്ക് എണ്ണ പോരാ എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പൊടികളെല്ലാം നമ്മളിപ്പം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ പുളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച പുളി നമുക്കിനി അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം, നല്ലപോലെ തിളയ്ക്കണം. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ടുള്ള പഴയ പുളി ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇഞ്ചിപ്പുളിക്ക് കുറച്ചുകൂടെ നല്ലൊരു കറുത്ത കളറ് കിട്ടും. ഇപ്പോൾ നമ്മൾ പുളിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 2 പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു നന്നായിട്ട് തിളച്ച് ശർക്കരയെല്ലാം ഉരുകി നന്നായിട്ട് കുറുകി വരണം. ഒരു 10-15 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ ഇതിങ്ങനെ വയ്ക്കാം, ചെറിയ മീഡിയം ഫ്ലെയിമിൽ. ഈ ഒരു ടൈമിൽ നമുക്ക് ടേസ്റ്റ് ചെക്ക് ചെയ്യണം. ഉപ്പും ശർക്കരയും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇത് നമുക്ക് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റായിട്ട് വരും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു
കൺസിസ്റ്റൻസി മതിയാവും. അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകി കിട്ടും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.